അധികാരികളില്ല ഇവിടെ. കണ്ണു തുറന്ന് കാണണം, ജനങ്ങളെ സംരക്ഷിക്കണം. അതാണ് വേണ്ടത്. ഇതുപോലെ ജിസ്മോൾക്കും കുഞ്ഞുങ്ങൾക്കും നീതി കിട്ടണം. അതാണ് വേണ്ടത്. കൊലയാളിക്ക് കൂട്ടുനിന്നാൽ കാശ് കിട്ടും. എപ്പോഴും പ്രതികൾക്ക് കൂട്ടുനിന്നാല് പൈസ കിട്ടുള്ളൂ. അതിവർക്ക് ഒഴിവാക്കാൻ മേലെ. ഇങ്ങനെ പല സ്ഥലങ്ങളിലും കൊല നടക്കുന്നുണ്ട്. അതെല്ലാം ആത്മഹത്യയാക്കി മാറ്റുക. ഷൈനിയും മക്കൾക്കും നീതി കിട്ടിയിട്ടില്ല. അതുപോലെ തന്നെ ജിസ്മോൾക്കും മക്കൾക്കും നീതി കിട്ടിയിട്ടില്ല. ഇവിടെ ഞാൻ പറഞ്ഞില്ല, SHOയ്ക്ക് മൂക്ക് കയറിയിട്ടിരിക്കുവാന്നേ. ഒരു കൊലപാതക അന്വേഷണം സർക്കിൾ ഇൻസ്പെക്ടർക്ക് അദ്ദേഹത്തെ മൂക്ക് കയറിയിട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഒരു ചാക്കോച്ചനെ കഴുത്തറന്നു കൊന്നു. അത് ആത്മഹത്യയാക്കി മാറ്റി. അതിൻ്റെ ഫീസ് എത്രയാണെന്ന് ഞങ്ങൾക്കൊന്ന് അറിയണം. നമ്മുടെ ഏറ്റുമാനൂർ SHO നല്ല തങ്കപ്പെട്ട മനുഷ്യനാണ്. ജിസ്മോൾ മരിച്ചു. നീതിയുണ്ടോ? നീതി കിട്ടുന്നില്ല. അതെന്താ കാരണം? ഇവിടെ കടിഞ്ഞാണിടുക. ഞങ്ങൾ കേരളം ഉടനീളം ഞങ്ങൾ പ്രതികരിക്കും. ഞങ്ങളിത് പിരിഞ്ഞു പോകുന്ന പാർട്ടിയല്ല. ഇത് നീതി കിട്ടുന്നത് വരെ ഞങ്ങൾ യുദ്ധം ചെയ്യും. വീണ്ടും ഇപ്പൊ ഇത്തരത്തിലൊരു പ്രശ്നം നമുക്കറിയാം. ഷൈനി എന്ന് പറയുന്ന ഒരു സ്ത്രീയും അവരുടെ 2 മക്കളും മരിച്ചു. അതിനുശേഷമാണ് ജിസ്മോളുടെ മരണം ഉണ്ടായത്. അവിടെ ഇതേപോലെ ഒരു സമാനമായ രീതിക്ക് തന്നെയായിരുന്നു. അതായത് 2 മക്കളും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിന് രണ്ടിനും വേണ്ട വിധത്തിലൊരു നടപടികളൊന്നും ഉണ്ടായിട്ടില്ലെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇപ്പൊ വീണ്ടും ഒരു പ്രതിഷേധത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അതിനുള്ള ഒരു സാഹചര്യം എന്താണെന്നൊന്ന്. അതെ, ഞങ്ങളിപ്പോ പ്രതികരണ വിചാരണ വേദി, ഞങ്ങളുടെ സംഘടന ഈ ജിസ്മോൾക്ക് പിന്തുണയായിട്ട് വന്നതാണ്. ഞങ്ങളിവിടെ ഒരു 10-20 പേര് എത്തിയിട്ടുണ്ട്. അപ്പം ജിസ്മോൾക്ക് വേണ്ടി ഞങ്ങൾ അവരുടെ കൂടെ നിൽക്കും, എന്നും കൂടെ നിൽക്കും. പക്ഷേ ഇതിനൊരു നീതി ലഭിക്കുന്നില്ല. നമ്മുടെ ഏറ്റുമാനൂർ SHO നല്ല തങ്കപ്പെട്ട മനുഷ്യനാണ്. പുള്ളിയെ കാണുമ്പോൾ അറിയാം. പക്ഷേ പുള്ളിയെ മൂക്ക് കയറിയിട്ടിരിക്കുകയോ ഭരണകർത്താക്കൾ. പുള്ളിക്ക് അനങ്ങാൻ മേല. മൂക്ക് കയറിയിട്ട് കയറെ പിടിച്ചു കഴിഞ്ഞാൽ മുരി നിൽക്കുമോ? അനങ്ങുമോ? അപ്പോൾ അങ്ങനെ നിർത്തിയിരിക്കുവാണ്. അപ്പം നമുക്ക് നീതി കിട്ടിയാൽ മതി. ഈ ജിസ്മോൾക്കും കുഞ്ഞുങ്ങൾക്കും നമുക്ക് നീതി കിട്ടണം. അതുപോലെ തന്നെ ഈ ഷൈനി മരിക്കുന്നതിന് മുമ്പ് നമ്മുടെ അടിച്ചിറയിൽ ഒരു ചാക്കോച്ചനെ കഴുത്തറന്നു കൊന്നു. അത് ആത്മഹത്യയാക്കി മാറ്റി. അതിൻ്റെ ഫീസ് എത്രയാണെന്ന് ഞങ്ങൾക്കൊന്ന് അറിയണം. ഇങ്ങനെ പല സ്ഥലങ്ങളിലും കൊല നടക്കുന്നുണ്ട്. അതെല്ലാം ആത്മഹത്യയാക്കി മാറ്റുക. അപ്പോൾ അതിന് സർക്കാർ ചെയ്യേണ്ടത് ഒരു ഓഫീസ് വേണം. അതിന് പ്രത്യേക ഒരു ഓഫീസ്. അതിന് 4 ഉദ്യോഗസ്ഥന്മാരെ വെക്കാം. ഒരു 50 ലക്ഷം രൂപ വീതം ഉദ്യോഗസ്ഥന്മാരോട് മേടിക്കാം. 2 കോടി രൂപ കിട്ടും. അവരുടെയും കുടുംബം കഴിയണ്ടേ? സർക്കാരിൻ്റെയും കുടുംബം കഴിയണ്ടേ? അപ്പം ഈ സർക്കാർ എന്ന് പറഞ്ഞാൽ നമ്മൾ ജനങ്ങളാണ്. അതാരും അറിയുന്നില്ല. ഈ മനുഷ്യനൊന്നും അത് അറിയുന്നില്ലെന്ന് എനിക്ക് തോന്നുന്നത്. ഒരു ഓഫീസിൽ ചെന്നാൽ ആ ഉദ്യോഗസ്ഥനെ ഏക്കേണ്ടത് നമ്മൾ ശ്രുതി കൊടുക്കണ്ട. അത് ജനങ്ങൾ ചിന്തിക്കുന്നില്ല. ഇതിങ്ങനെ പോയാൽ ഈ ലോകം എങ്ങനെയാകും? ഷൈനിയും മക്കൾക്കും നീതി കിട്ടിയിട്ടില്ല. അതുപോലെ തന്നെ ജിസ്മോൾക്കും മക്കൾക്കും നീതി കിട്ടിയിട്ടില്ല. ഇവിടെ ജീവിക്കാൻ പറ്റത്തില്ല. ഞാനൊന്ന് ചോദിച്ചു കൊള്ളട്ടെ, നമ്മുടെ അടുത്ത സംസ്ഥാനമായ തമിഴ്നാടിനെ ഈ നമ്മുടെ സർക്കാർ ഒന്ന് കണ്ടുപിടിക്കട്ടെ. ഇതെന്തുകൊണ്ട് പഠിക്കുന്നില്ല? ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങൾ പ്രതികരണ വിചാരണ വേദി ഞങ്ങൾ 2 മാസം രജിസ്റ്റർ ചെയ്തിട്ടു. ഞങ്ങൾ കേരളം ഉടനീളം ഞങ്ങൾ പ്രതികരിക്കും. ഞങ്ങളെ വിളിച്ചാൽ മതി. ഞങ്ങൾ എവിടെയും ചെല്ലും. ഞങ്ങൾ ആരെയും സഹായിക്കുന്ന വ്യക്തികളാണ്. അതുപോലെ തന്നെ ഇപ്പൊ ജിസ്മോൾ മരിച്ചു. നീതിയുണ്ടോ? നീതി കിട്ടുന്നില്ല. അതെന്താ കാരണം? ഇവിടെ കടിഞ്ഞാണിടുക. പോലീസിനെ വെച്ചിരിക്കുന്നത് ആരാ? നിയോഗിച്ചിരിക്കുന്ന ആരാ? മന്ത്രിസഭയല്ലേ? മന്ത്രിമാരല്ലേ? അവർ പറയണ കേൾക്കാതിരിക്കാൻ പറ്റുമോ? പക്ഷേ ഈ പോലീസുകാർ ഒന്ന് ചിന്തിക്കണം. അവർ അധ്വാനിച്ച് പഠിച്ച് അവർക്ക് ഉദ്യോഗം കിട്ടി. അവർ ജനങ്ങളുടെ ജീവനും സംരക്ഷണത്തിനും വേണ്ടിയാണ് പോലീസിനെ ഇവിടെ നിയോഗിച്ചത്. ഈ ഭരണകർത്താക്കൾ പറയുന്ന കേൾക്കരുതേ. നിങ്ങളെ ഇവിടുന്ന് സ്ഥലം മാറ്റിക്കോട്ടെ. എന്നാൽ സത്യസന്ധമായി
ഈ പോലീസുകാർ ജീവിച്ചാൽ അവരുടെ കുടുംബത്തിന് ശാന്തി ലഭിക്കും, അവരുടെ കുഞ്ഞുങ്ങൾക്ക് നന്മ വരും. പരിഹാരം ഉണ്ടായിട്ടില്ല. പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഞങ്ങളെല്ലാവരും ഇവിടെ ഇന്ന് സമരവേദിയിലേക്ക് വന്നിരിക്കുന്നത്. ഞങ്ങളിത് പിരിഞ്ഞു പോകുന്ന പാർട്ടിയല്ല. ഇത് നീതി കിട്ടുന്നത് വരെ ഞങ്ങൾ യുദ്ധം ചെയ്യും, യുദ്ധം ചെയ്യാൻ ഒരുങ്ങുകയാണ്. ഈ ഭരണരീതിയൊക്കെ തന്നെയാണ് ഇത്തരത്തിൽ ഒരു കേസുകൾക്കൊന്നും കൃത്യമായ അന്വേഷണം നടക്കാത്തത്. അന്വേഷണം നടക്കാത്തത് സർക്കാർ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ SHOയ്ക്ക് മൂക്കേറിട്ടിരിക്കുവാന്നേ. ഒരു കൊലപാതക അന്വേഷണം സർക്കിൾ ഇൻസ്പെക്ടർക്ക് അദ്ദേഹത്തെ മൂക്കേറിട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഒന്നാമത്തെ കാര്യം നമ്മുടെ ഭരണം നന്നാകണം, മനുഷ്യനെ ഒരുപോലെ കാണണം. ഇതല്ല വേണ്ടത്. ഇവിടെ എന്നെ കാണിക്കണത് ഒരു തരത്തിലും ജനങ്ങൾക്ക് ജീവിക്കാൻ നിവൃത്തിയില്ലാതെയാണ് ഇവിടെ ജനങ്ങൾ ജീവിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട ജനങ്ങളെ, നിങ്ങളിനി വിദേശത്തുള്ള ആളുകൾ കേരളത്തിലേക്ക് കാല് കുത്തരുതെന്നാണ് പറയുന്നത്. ഇവിടെ വന്നാൽ രോഗികളായി മാറും. ഇവിടെ തരുന്ന വിഷം ജില്ലാ കളക്ടർ തീരുമാനം എടുക്കണം. ഇപ്പം ഇരിക്കുന്ന നമ്മുടെ ജില്ലാ കളക്ടർ, ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ നല്ല ആളാണ്, എനിക്കറിയാം, നേരിട്ട് സംസാരിച്ചിട്ടുള്ള ആളാ. പുള്ളി ഈ ഇവിടെ പറഞ്ഞ പച്ചക്കറി തമിഴ്നാട്ടിൽ നിന്ന് തന്നെ ഇതെല്ലാം വിഷം അടിച്ച തന്നെ, പോത്ത് വരുന്നു കുത്തിവെച്ചാ തന്നെ. ഇതെന്ന് കണ്ണ് തുറന്ന് കാണുന്നില്ലേ? അധികാരികളില്ല ഇവിടെ. കണ്ണ് തുറന്ന് കാണണം, ജനങ്ങളെ സംരക്ഷിക്കണം, അതാണ് വേണ്ടത്. ഇതുപോലെ ജിസ്മോൾക്കും കുഞ്ഞുങ്ങൾക്കും നീതി കിട്ടണം, അതാണ് വേണ്ടത്. കൊലയാളിക്ക് കൂട്ടി നിന്നാൽ കാശ് കിട്ടും. എപ്പോഴും പ്രതികൾക്ക് കൂട്ടി നിന്നാലേ പൈസ കിട്ടുള്ളൂ. അതിവർക്ക് ഒഴിവാക്കാൻ മേലെ എന്തിനാ അധികം കാശ്? അലക്സാണ്ടർ ചക്രവർത്തി ലോകം മുഴുവൻ പിടിച്ചടക്കി. അവസാനം മരിച്ചപ്പോൾ 2 കൈയും പെട്ടിക്ക് പുറത്തിട്ടു. എന്താ? ഇവിടെ നിൽക്കുന്ന ജനം അറിയണം, ഞാനൊന്നും കൊണ്ടുപോകണില്ല എന്ന്. അതുപോലെ പിടിച്ചടക്കി വെച്ചിട്ടുണ്ട്. മരിച്ചു കഴിയുമ്പോൾ അതെല്ലാം കൊണ്ടുപോകണുണ്ടോ? അതുകൊണ്ട് നീതിപൂർവം മനുഷ്യനെ സ്നേഹിച്ച് ജനങ്ങൾക്ക് വേണ്ടിയാണ് സർക്കാർ ജീവിക്കേണ്ടത്.